ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് ഞണ്ട് ചക്കക്കുരു വറുത്തരച്ച കറിയാണ്. ഇതൊരു നാടൻ കറിയാണ്. ഇതിനു വേണ്ടി 1/2 കിലോ ഞണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞണ്ട് ക്ലീൻ ചെയ്ത് ഒരു മൺചട്ടിയിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. കുറച്ച് ചക്കക്കുരു അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർക്കുക. 4 പച്ചമുളക് കീറിയത്, 4 വെളുത്തുള്ളി, കുറച്ച് എന്നിവ ചെറുതായി അരിഞ്ഞ് ചേർക്കുക. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് അടച്ചു വെച്ച് നന്നായി വേവിക്കുക. ഇതിൻ്റെ അരപ്പിനായി എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങയാണ്. അത് ഒരു പാൻ ചൂടാക്കി തേങ്ങയിട്ട് വറുത്തെടുക്കുക. ഇതിലേക്ക് 2 വെളുത്തുള്ളി അല്ലി, 1 തണ്ട് കറിവേപ്പില, 2 തരി ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് വഴറ്റുക. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഗോൾഡൻ കളറാവുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഗോൾഡൻ കളറാവുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മസാല എന്നിവ ചേർത്ത് ഇളക്കുക. അത് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടി വെക്കുക. ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഞണ്ടും ചക്കക്കുരും വെന്തോ എന്ന് നമുക്ക് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് 2 കഷ്ണം കുടംപുളി ചേർത്ത് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കുക. വെന്ത് കഴിയുമ്പോൾ ആ കറിയിൽ അരപ്പ് മിക്സ് ചെയ്ത് കൊടുക്കുക. അരപ്പ് മിക്സ് ചെയ്ത് നന്നായി ഇളക്കി ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകും വറുത്തിടാം. കടുക് വറുക്കാനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടേബിൾ സ്പൂൺ ഉലുവ പൊട്ടിക്കുക, കുറച്ച് കടുക് പൊട്ടിക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുള്ളി അരിഞ്ഞ്, കറിവേപ്പില, 2 വറ്റൽമുളക് ഇവ ചേർത്ത് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നല്ല റെഡിയായി. നല്ല വറുത്തരച്ച് നല്ല നാടൻ കറിയുടെ നല്ല സ്മെല്ലും ഒക്കെ ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്.